ശ്രീകല എന്തിനാ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? ഡിവോഴ്സ് നോട്ടീസ് സാധാരണ എന്തിനാ അയക്കുന്നത്? വിവാഹ ബന്ധം വേർപെടുത്താൻ. അതിനുള്ള ആദ്യ നടപടിയാണ് ഈ നോട്ടീസ്. ദേവികയുടെ പോലും അറിവില്ലാതെ ശ്രീകല എന്തിനാ ചെയ്തത്? ഇവളെ ഞാൻ എന്തിനാ അറിയിക്കണം? ശ്രീകലേ, ആരോടും ചോദിക്കാതെ ഇങ്ങനൊരു തീരുമാനം നീ എന്തിനാ എടുത്തത്? ഇത് വേണം. ഈ ഡിവോഴ്സ് ആവശ്യമാണ്. എന്റെ ഭർത്താവിനെ കൊന്ന ഒരാളോടൊപ്പമാണോ ദേവിക ജീവിക്കേണ്ടത്? അവളുടെ അച്ഛന്റെ കൊലപാതകയാ അവളുടെ ഭർത്താവ്. അങ്ങനെ ഒരാളുമായി അവൾക്ക് എത്ര നാൾ കഴിയാനാകും? സാധിക്കില്ല. അയാൾക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കില്ല. അത് നരകതുല്യമായിരിക്കും. പോരാത്തതിന് അയാൾ ഒരു ഭ്രാന്തനും കൂടി ആയ അവളുടെ ജീവിതത്തിന്റെ ഗതി എന്താവും? ശ്രീകലേ, എന്റെ കൊച്ചിനെ നീ ഭ്രാന്തരെന്ന് വിളിക്കരുത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റി നിൽക്കുക. ഇല്ല, ഞാൻ നിങ്ങളുടെ കൊച്ചിനെ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ കൊച്ചുമോൻ ഡിവോഴ്സ് ഒപ്പിട്ട് തന്ന എല്ലാം അവിടെ കഴിയും. പിന്നെ എന്റെ ഭർത്താവിനെ കൊന്ന കേസ്, അതിലെന്ത് ചെയ്യണമെന്ന് ഈ ബന്ധം വേർപെടുത്തിയ ശേഷം ഞാൻ തീരുമാനിച്ചോളാം. എന്തു തന്നെയായാലും എനിക്ക് എന്റെ മകളുടെ ജീവിതം രക്ഷിച്ചേ മതിയാകൂ. അതെന്റെ കടമയാ. ദേവികയുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഈ ബന്ധം വേർപെടുത്തണം. അതേ മാർഗമുള്ളൂ. ശ്രീകലേ, നിർത്ത്. ഞാൻ എന്തിനു നിർത്തണം? ഞാൻ ഇപ്പൊ എടുത്ത തീരുമാനം എനിക്ക് മുമ്പ് അച്ഛനാണ് എടുക്കേണ്ടിയിരുന്നത്. അച്ഛൻ അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങി. ഇനി ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയിട്ടേ ഞാൻ അടങ്ങും. അതിനിടയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ അച്ഛൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അതിന് സാധിക്കില്ല. ഞാൻ പിന്മാറില്ല. ശ്രീകലെ, ഇത്ര വേഗം ഡിവോഴ്സ് എന്ന തീരുമാനത്തിൽ എത്തണോ? ഇത് സിദ്ധുവിന്റെയും ദേവികയുടെയും ജീവിതം. എടുത്തു ചാടിയ ഒരു തീരുമാനത്തിൽ എത്തരുത്. ഒരിക്കലും ഇതൊരു എടുത്തുചാട്ടം അല്ല. വളരെ ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനം തന്നെ ഇത്. ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് ഏതൊരു അമ്മയായാലും ഈ ഒരു തീരുമാനം തന്നെയാവും എടുക്കുക. അല്ല, ഞാനിവിടെ നിന്ന് പ്രസംഗിച്ച് വിശദീകരിച്ച് സമയം പാഴാക്കുന്നത് എന്തിനാ? നമുക്ക് കോടതിയിൽ കാണാം. ശ്രീകലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിന്നോട് ചോദിക്കാൻ നിന്നാ നീ ചിലപ്പോ നിന്റേതായ ന്യായീകരണങ്ങൾ പറഞ്ഞെന്ന് വരും. അതുകൊണ്ടാ നിന്നെ അറിയിക്കാതെ ഞാനിത് ചെയ്തത്. ഇപ്പോ നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറങ്ങ. നമുക്ക് പോവാം.